അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, ടൈം വേൾഡ് റെക്കോർഡ്, ഇതൊക്കെ ഓരോ വേൾഡ് റെക്കോർഡ് അതോറിറ്റികളാണ്. ഇന്ത്യൻ, ഏഷ്യ, ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. പിന്നെ ആൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അതോറിറ്റിക്കൊക്കെ ഇതിൻ്റെ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കുകയും ആ റെക്കോർഡ് അതോറിറ്റിയിലൊക്കെ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ നമുക്ക് അതിൻ്റെ അംഗീകാരങ്ങളെല്ലാം ലഭിച്ചു എന്നുള്ളത്. പക്ഷേ ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൻ്റെ താഴെ വരുള്ളൂ. എല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അതോറിറ്റി എന്ന് പറയുന്നതാണ്. ഇത് എന്തുകൊണ്ട് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ യു ക്യാൻ ബെസ്റ്റ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി വേൾഡിൽ എത്താൻ പറ്റും. അതാദ്യം നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പം എനിക്ക് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ, ആ കാര്യം നേടാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുവാണെങ്കിൽ വൺ ഡേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് വളരെ ലോജിക്കലായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ഒക്കെ ക്ലാസ്സിലൊക്കെ വളരെ ക്ലിയർ എടുത്തുകൊണ്ട് കാര്യമില്ല. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനത് ചെയ്തത്. അത് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നതും സംസാരിക്കുന്നിടത്തൊക്കെ ഗിന്നസ് സുരക്ഷ എന്ന് പറയുമ്പോൾ ഈ ഗിന്നസ് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയൊരു ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു അച്ചീവ്മെന്റിൽ വേറെ കുറേ ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയെന്ന്. കാരണം അവർക്കും പ്രചോദനമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഞാൻ സാധാരണ കുടുംബത്തിൽ, സാധാരണ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചാണ്, ഞാൻ വില്ലേജിൽ വളർന്നവനാണ്. ഇത് രണ്ടും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട്. കാരണം നമ്മൾ എവിടെ ജനിച്ചു, നമ്മൾ ആരുടെ മകനാണ്, നമ്മൾ ജനിച്ചത് പാവപ്പെട്ടവരാണ്, അതൊന്നും ഒരു കാരണമല്ലല്ലോ. നമുക്ക് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും ആഗ്രഹത്തിലുള്ള വിശ്വാസവും അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ 100% വൺ ഡേ മുന്നോട്ട് പോകും. ആക്ച്വലി ഞാൻ സാറിനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യും, നമ്മളതിന് പേയ്മെൻറ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും, നമ്മൾ വീട്ടിലേക്ക് പോകും, നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അതിൽ ടോപ്പ് ഓഫ് ദാറ്റ് വൺ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണം. അപ്പോൾ സാർ പറഞ്ഞു അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒഴിവായിപ്പോയി. സാർ തന്നെ പറഞ്ഞു അത് എങ്ങനെ അതിലേക്ക് എത്താനുള്ളൊരു റെക്കോർഡ് എന്നൊരു, അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് എന്നൊരു സംഭവത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഒന്നും വരുന്ന ആ ഒരു ചിന്തയല്ല. അപ്പോൾ ഇത് സൊല്യൂഷൻ മാസ്റ്ററിന് അങ്ങനെ ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്ക്, ഇത്രയും ഈ പറഞ്ഞ പോലെ 30 രാജ്യങ്ങളിൽ ഇത്രയും ലക്ഷക്കണക്കിന് സംരംഭകർക്ക് ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സൊല്യൂഷൻ മാസ്റ്റർ ആയിട്ടുള്ള ഗിന്നസ് റഷീദിന്, സാറിന് അങ്ങനത്തെ ഒരു ചിന്ത വരാനുള്ള കാരണം അല്ലേ. പിന്നെ ഇത് കൂടാതെ ഗിന്നസ് റെക്കോർഡുകൾ കൂടാതെ നമുക്ക് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ, 3ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ എഴുതാനായിട്ടുള്ള കാരണം, ആ പുസ്തകങ്ങൾ ഏതാണ് എന്നൊക്കെ പറയാം. ഓക്കെ, ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. ഒറ്റ സന്ദേശമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹത്തിൻ്റെ കനലുണ്ടെങ്കിൽ ആ കനൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വൺ ഡേ അത് ആളി കത്തിക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം. ആ കനൽ എന്താ വെച്ചാൽ കെട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരും മഴ പെയ്യുമ്പോഴേക്കും, ഒരു മഞ്ഞുണ്ടാകുമ്പോഴേക്കും, ഒരു കാറ്റടിക്കുമ്പോഴേക്കും അത് കെട്ടുപോകും. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ലോകത്ത് സ്വപ്നങ്ങളില്ലാത്ത ഒരാളും ഇല്ല. അപ്പോൾ ഈ സ്വപ്നങ്ങളെ കനൽ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രെയിനിങ് നടത്തുന്നുണ്ട്, മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ്, ഇൻസ്റ്റയിലൊക്കെ ഗിന്നസ് റഷ്യ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ്, എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്, ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ ഇതൊക്കെ നോക്കാതെ വായിക്കുന്ന ആൾക്കാർ, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ടല്ലോ, അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് 3 പുസ്തകം എഴുതിയത്. അത് ഒന്നാമത്തെ പുസ്തകം എന്താ പറയുക, ബിസിനസ് ഒരു നന്മ മരം എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ചെയ്യുന്ന ഒരു നന്മ മരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് മാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത്, ടാക്സ് അടക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചറിൽ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, ചാരിറ്റി എല്ലാം കൊടുക്കുന്ന ബിസിനസ്സുകാരാണ്. ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിലും പിടിച്ചു നിർത്തുന്ന എല്ലാ ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരില്ലാതെ ഈ ലോകത്ത് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല, നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരന് ഒരു നന്മമരമാണ്. ആ മരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മരമായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അതായത് സാധാരണ ഒരു ബിസിനസ്സുകാരൻ വലിയൊരു ബിസിനസ് മാൻ ആകുമ്പോഴാണ് മരമാവുന്നത്, അല്ലെങ്കിൽ അയാൾ തന്നെ അയാൾക്കൊരു ബാധ്യതയായി മാറും ചെറിയ അതിൻ്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ. അതെങ്ങനെയാണെന്നുള്ള അറിയിക്കുന്ന ഒരു പുസ്തകമാണ് ബിസിനസ് ഒരു നന്മമരം എന്ന് പറയുന്ന ഒരു പുസ്തകം. രണ്ടാമത്തെ ഒരു പുസ്തകം എഴുതിയത് ഞാൻ ഗിന്നസുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യും. കാരണം എൻ്റെ ലൈഫിൽ 7 വയസ്സിന് ഒരു മിനിറ്റിൻ്റെ പ്രഭാഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത എനിക്ക് 73 മണിക്കൂർ 15 മിനിറ്റും കണ്ടിന്യൂ സംസാരിച്ച്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച, ട്രെയിനിങ് എടുത്ത, ബിസിനസ് ക്ലാസ് എടുത്ത പ്രസംഗിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് ലോകത്തിന് മുമ്പിൽ മാറാൻ സാധിച്ചതിൻ്റെ ആ കനൽ വഴി എങ്ങനെയാണെന്നുള്ളത്. കാരണം ആ കനൽ ഞാൻ എങ്ങനെയാണ് 30 വർഷം കീപ്പ് ചെയ്തത്, എങ്ങനെയാണ് അതിനെ ആളിക്കത്തിച്ച് ലോകത്തിനെ കീഴടക്കുന്ന രീതിയിൽ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ സാധിച്ചത് എന്നൊരു സ്റ്റോറി ആളുകൾ അറിയേണ്ടതുണ്ട്. കാരണം വരും തലമുറകൾ അത് വായിച്ചു കഴിഞ്ഞാൽ അവരത് ഇൻസ്പയർ ആവുന്നതോടുകൂടി അവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഒരു തിരക്കഥാ മോഡലിലാണ്. അത് ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്.
മൂന്നാമത്തെ ഒരു പുസ്തകം എഴുതിയത് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് ആണ്. പല ആൾക്കാർക്കും നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ മടി ഉണ്ടാവും, പേടി ഉണ്ടാവും, സംശയം ഉണ്ടാവും. ഈ 3 രോഗങ്ങളാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വലിയ കാര്യങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടോ? ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്നുള്ള ഏതൊരു വലിയ കാര്യം തുടങ്ങുന്നത് ഏറ്റവും വലിയ ഉയരം കൂടിയ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ ആദ്യത്തെ 1ാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ? എല്ലാ ആൾക്കാരും അങ്ങനെയാണ്, ബേസിക് ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാം തുടങ്ങാൻ പറ്റുക. അപ്പോൾ ആളുകൾക്ക് ഈ ചെറിയ കാൽവെപ്പുകൾ, നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? ചെറിയ കാലുവെപ്പുകൾ വെച്ചിട്ടാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല. ഇപ്പം നടക്കുന്ന ഓട്ടം ഒക്കെ ഉസൈൻ ബോൾട്ടും ആദ്യം പിച്ച വെച്ചിട്ടാണ് തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണല്ലോ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഒരു അത്ലറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ തുടക്കത്തിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആദ്യം ഒരു പ്രസംഗ കലയിലേക്ക് വരുന്ന 1 മിനിറ്റിൻ്റെ പ്രസംഗമാണ്. പിന്നെ ഞാൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ 30 വർഷക്കാലം എടുത്തു. പക്ഷേ ഈ 30 വർഷക്കാലം എൻ്റെ മനസ്സിലുള്ള ഈ ഒരു പ്രസംഗ കലയിലൂടെ ആഗ്രഹം, എൻ്റെ പാഷനുള്ള ആഗ്രഹം കെടാതെ ഞാൻ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു സീക്രട്ടുകളാണ് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്ന് പറയുന്ന 3ാമത്തെ പുസ്തകം. ഈ 3 പുസ്തകം ഷാർജ ബുക്ക് ഫെയർ, ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് ഷാർജ. 15 ലക്ഷം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന 2000 പബ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന വലിയൊരു ബുക്ക് ഫെയർ ആണ്. അതിൽ വെച്ചിട്ടാണ് 3 പുസ്തകങ്ങളും റിലീസ് ചെയ്തത്. ഇതിലെല്ലാം കൂടുതലും സാറിന്റെ അനുഭവങ്ങൾ തന്നെയായിരിക്കും. അതായത് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ എൻ്റെ ബിസിനസിന്റെ ജേണിയാണ്. 2ാമത്തെ പുസ്തകത്തിൽ ഗിന്നസിലേക്ക് എത്തിയ ഒരു വലിയ എക്സ്ട്രാ ഓർഡിനറി കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ചെറിയ കാൽവെപ്പിലൊരു ബിസിനസ് വലിയ സംരംഭമാക്കി എങ്ങനെ മാറ്റാം. എല്ലാം നമ്മുടെ അനുഭവങ്ങളും പിന്നെ ഒരുപാട് സംരംഭം 2 ലക്ഷം ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ. അത്ര ആൾക്കാർ സംവദിക്കാൻ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റോറീസ്, നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഇതിലേക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 പുസ്തകങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് ബിസിനസ് ഓണേഴ്സിനൊക്കെ. ആമസോണിൽ അവൈലബിൾ ആണ് 3. അപ്പോൾ നമ്മൾ ട്രാവൽസിൽ നിന്നും ദ സൊല്യൂഷൻ മാസ്റ്ററിലെത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പരാജയങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഗിന്നസ് റെക്കോർഡുകൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം എത്തി നിൽക്കുമ്പോൾ ഇത് ടോപ്പാണ്. ആക്ച്വലി ദ സൊല്യൂഷൻ മാസ്റ്റർ ടോപ്പിലാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, വാട്ട് നെക്സ്റ്റ്? അതായത് ദ സൊല്യൂഷൻ മാസ്റ്ററിന് എന്തെങ്കിലും എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് എക്സ്പാൻഷൻ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചത് 2015 എൻ്റെ ഒരു മിഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം നമ്മുടെ ലൈഫിൽ പല നീഡുകളുണ്ടാവും, ഒരുപാട് നീഡുകളുണ്ടാവും. അതൊക്കെ നമുക്കൊരു സമയത്ത് ഫുൾഫിൽ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികാരങ്ങളുണ്ടാവും, ദേഷ്യം, ഒരാൾ ദേഷ്യം തീർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനുള്ള വാശി, ഇതൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു മിഷൻ ബേസ്ഡ് ആയിട്ടാണ് എൻ്റെ ലൈഫിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് മലയാളി കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, ബിസിനസ് കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് പ്രൊഫഷണലായിട്ട് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട്, പക്ഷെ അതിനുള്ള ലേണിംഗിൽ മിസ്സിംഗ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ആണ്. ഇത് റിയലൈസ് ചെയ്ത് 2015 ഫോം ചെയ്ത മാർഗ് കമ്മ്യൂണിറ്റി, ഇതൊരു മാർഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും 2015 മലപ്പുറത്ത് വെച്ച് 22 ആൾക്കാരെ വിളിച്ചുകൂട്ടിയ ആദ്യത്തെ ട്രെയിനിങ് സംരംഭത്തിൽ ഞാൻ പ്രഖ്യാപിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. 1 lakh പീപ്പിൾ ട്രാൻസ്ഫോർമേഷൻ. 1 ലക്ഷം ആൾക്കാരെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എനിക്കത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 2 ലക്ഷം ആൾക്കാരിലേക്ക് 30 രാജ്യങ്ങളിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു.